പുറത്തെന്താ ഇത്ര ബഹളം? വല്ല കല്യാണം നടക്കുന്നുണ്ടോ ഈ സമയത്തോ? പിന്നെന്താ, വല്ല മാജിക് വേണോ? എന്തെങ്കിലും ഫെസ്റ്റിവൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇന്ത്യയിൽ ആഘോഷങ്ങൾക്ക് കുറവില്ലല്ലോ. സോറി. എടാ ഇത് നോക്കി, ഇത് റോക്ക് സ്റ്റാർ അഭിയല്ലേ? ശരിയാണല്ലോ, ഇത് അഭിയല്ലേ? എല്ലാരും ഇങ്ങ് ഓടി വന്നേ, ഇതാരാ വന്നേക്കുന്നേ നോക്ക്. ഇത് നമ്മുടെ റോക്ക് സ്റ്റാർ അഭിയാണല്ലോ. ഏയ്, നിങ്ങൾ അവിടെ ഇരിക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വാ. നമ്മുടെ റോക്ക് സ്റ്റാർ അഭി വന്നിരിക്കല്ലേ? ഇത് അഭി തന്നെയാണോ? അതെ, നമ്മുടെ അഭി തന്നെ. അഭി എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെ കളിയാക്കി, എന്നോട് ക്ഷമിക്കണം. എന്താ എല്ലാരും നോക്കി നിൽക്കണേ, നമ്മുടെ കടയിൽ അഭി വന്നിരിക്കുന്നു. എടുത്ത് പൊക്കിക്കോ. എന്താ താഴെ ഇറക്കും? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഞങ്ങൾക്കൊരു ഹോളി ആഘോഷിക്കണ്ടോ? അതെ, അങ്ങനെ പോയി ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഹോളി ആഘോഷിക്കാനുള്ള അവസരം ഞങ്ങൾ കളയില്ല. ഞാനാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. നിങ്ങളുടെ ആ പാട്ടൊന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാ. ഒന്ന് പാടാമോ? ആ ഹാപ്പി ലവ്, ഹാപ്പി ലവ്, ഹാപ്പി ലവ്. അഭി പ്ലീസ്, ഒരു സെൽഫി പ്ലീസ്. അഭി പ്ലീസ്. നിങ്ങളല്ലേ പറഞ്ഞ എന്റെ പേര് പറയലെന്ന്? ഏയ്, അത് വേണ്ട, അത് വേണ്ട. എന്താ പേടിച്ചു? അത് തന്നെ സംഭവിച്ചു. ഇവരൊക്കെ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ആ കോർപ്പറേറ്ററും ഗുണ്ടകളും എത്തുന്നതിന് മുന്നേ അങ്ങനെ അങ്ങ് പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എനിക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഒരു സെലിബ്രിറ്റിയോടെ ഹോളി ആഘോഷിക്കാനുള്ള അവസരം ഞങ്ങൾ കളയില്ല. അങ്ങനെയൊന്നും കളയാൻ പറ്റില്ല. എന്നാ പിന്നെ നമുക്കങ്ങ് ആഘോഷിക്കാം. പക്ഷേ 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 ഹോളി ഇങ്ങനെയാണോ ആഘോഷിക്കണ്ടേ? ഹോളി ആഘോഷിക്കാൻ പ്രത്യേക അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണ്ടേ? സ്പെഷ്യൽ ഹോളി ആവുമ്പോ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് വേണം. ഇതൊക്കെ എന്ത്? വാട്ട് ഈസ് ദിസ്? അത് പറഞ്ഞത് വളരെ ശരി. ഇത് റോക്ക് സ്റ്റാറിന്റെ ഹോളി അല്ലേ? അപ്പൊ കുറച്ച് റോക്കിംഗ് ഒക്കെ ആവണ്ടേ? എന്നാ പിന്നെ വൈകുന്ന എന്തിനാ? നമുക്ക് തുടങ്ങാം. നീ ഒരു കാര്യം ചെയ്യും, ആ മധുര പലഹാരങ്ങളെല്ലാം അവിടെ വച്ചേക്ക്. ഞാൻ ഇതെല്ലാവർക്കും കൊടുത്തിട്ട് വരാം. അമ്മേ, ആദ്യമൊക്കെ നിങ്ങൾ കഫ് സിറപ്പല്ലേ കുടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ഇതുണ്ടാക്കാനും തുടങ്ങിയോ? ഛേ, പ്രിയയുടെ അമ്മായി അമ്മയും മറ്റുള്ളവരും കണ്ട എന്ത് കരുതും. ഓ മണ്ടി, നീ ഒന്നും മിണ്ടാതിരിക്കാമോ? എനിക്കെല്ലാം അറിയാം. ഹോളിയുടെ ആഘോഷത്തിൽ ഭാങ് കുടിച്ചില്ലെങ്കിൽ പിന്നെ നിറങ്ങൾ എങ്ങനെ കാണാൻ പറ്റും? എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇതിന്ന് 2 ഗ്ലാസ് എടുത്ത് കുടിച്ചോ. പിന്നെ നീ ഇങ്ങനെ പറന്ന് നടക്കും. ഇങ്ങനെ. അമ്മേ, ഞാൻ അല്ലെങ്കിലും പറക്കും. എനിക്ക് നിങ്ങളുടെ കഫ് സിറപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനാണെങ്കിൽ ഇന്ന് അത്ര സന്തോഷത്തില്ല, ശരിക്കും പറന്നുകൊണ്ടിരിക്കുന്നത് പോലെ. എന്നാ നീ പോയി പറന്ന് നടക്ക്. ശരി അമ്മേ, ഞാൻ പോട്ടെ. എനിക്ക് ഇതെല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കണം. നിങ്ങൾ എന്റെ സമയം മുഴുവൻ കളഞ്ഞു. അതെ അതെ, ഈ സരളയുണ്ടല്ലോ, അവളൊരു പ്രത്യേക സ്വഭാവക്കാരിയാ. ഒരു വീട്ടിൽ എന്തെങ്കിലും ആഘോഷം നടക്കുകയാണെന്ന് വെച്ചോ, അതിന്റെ എല്ലാ ടെൻഷനും അവൾ തലയിലെടുത്ത് വെച്ചോളും. ഹേയ്, എന്താ നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഇത് നിങ്ങളുടെ ഗ്രാമത്തിലെ വീടല്ല അഭി, ഇത് റോക്ക് സ്റ്റാറിന്റെ വീടാ. നിങ്ങൾ ഇവിടെ എല്ലാം വൃത്തികേടാക്കിയല്ലോ. പിന്നെ ഇത്രയും വലിയ കല്ലൊക്കെ താഴെ വീണാലുണ്ടല്ലോ, വില കൂടി ഈ ടൈൽസ് ഒക്കെ പൊട്ടിപ്പോവും. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? മമ്മി, ഇതൊക്കെ മമ്മി ആരോടാ ഈ പറയുന്നേ? ഇവർക്ക് എങ്ങനെ അറിയാനാ ഇതൊക്കെ വില കൂടിയ ടൈൽസ് ആണെന്ന്? ഗ്രാമത്തിലുള്ളവർക്ക് കാണുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കും തോന്നുന്നത്. പിന്നെ എങ്ങനെയാ? എന്താ പറഞ്ഞത്? ഞാനത് ശരിക്ക് കേട്ടില്ലായിരുന്നു. മമ്മി, അവിടെ നോക്കിക്കേ, നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ കുറെ കളർ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ മമ്മി വന്നേ? ഗ്രാമവാസി അല്ലേ? ഇന്ന് ഈ ഗ്രാമവാസി നിങ്ങൾക്ക് രണ്ടിനും ഒരു പണി വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരുന്നോട്ടെ, ബാക്കി നിറങ്ങൾ അവിടെ എടുത്തോണ്ട് വാ.
നീ എന്തേ കാണിക്കുന്നേ? ആരെങ്കിലും കണ്ട എല്ലാരും എന്ത് വിചാരിക്കും? അവർക്ക് എങ്ങനെ വിചാരിച്ചോളും ഞാൻ നീ ഇവിടെ ഹോളി ആഘോഷിക്കാണെന്ന്. ആണോ? ഇതിന് ഹോളി ആഘോഷിക്കലെന്നല്ല പറയേണ്ടത്, റൊമാൻസിനുള്ള ചാൻസ് നോക്കാന്ന്. എന്താ വിചാരിച്ചത് ഞാൻ ഹോളിക്കിടയിലും റൊമാൻറ്റിക് ആവാണെന്ന്? ആണോ? എന്താ പ്ലാൻ? എന്താ പ്ലാൻ? മറ്റൊന്നുമല്ല ബുൾബുൾ, ഇന്ന് ഞാനായിരിക്കും നിന്നെ നിറം പൂശാൻ പോകുന്നത്. ഈ പ്ലാൻ എന്തോ കുഴപ്പമുണ്ട്. ഐ മീൻ എന്തോ ദുരുദ്ദേശം തോന്നില്ലേ? ഏയ് ബുൾബുൾ, നിനക്കൊന്നും അറിയില്ലേ? പ്രേമത്തിന്റെ നിറവും ലഹരിയുണ്ടല്ലോ, അത് തലേ കയറിയ പിന്നെ ഇറങ്ങുകയില്ല. ആണോ? പക്ഷെ നിനക്കിതെങ്ങനെ പറ്റും? എന്റെ കയ്യിൽ തൊടാൻ പോലും പറ്റില്ലല്ലോ. സർപ്രൈസ്, നിന്റെ കൈ എപ്പോഴും എന്റെ കയ്യിലായി കഴിഞ്ഞു. എന്റെ അമ്മയുടെ പെർമിഷൻ നിർബന്ധമാണെങ്കിൽ അത് വാങ്ങിക്കാം. ആണോ? എന്നാ ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം. അമ്മയുടെ പ്രണവിന് എന്തോ ചോദിക്കണോന്ന്. എന്നെ അത്ര എളുപ്പത്തിലൊന്നും കൈ കിട്ടില്ല മോനെ, മനസ്സിലായോ? എന്നെ നിനക്കൊന്ന് തൊടാൻ പോലും കിട്ടില്ല, പിന്നെ നിറം തേക്കുന്നേ. ചലഞ്ച് ചെയ്യാണോ? ചലഞ്ച് അല്ല ആക്ച്വലി പ്രണവ്, ഈ ചലഞ്ച് ഒക്കെ ജയിക്കുകയും തോക്കുകയും ചെയ്യുന്ന ആൾക്കാരല്ലേ ചെയ്യേണ്ടത്. പക്ഷെ നീ അയിനോ ഞാനും ജയിക്കും. അപ്പൊ നീ പറഞ്ഞു വരുന്നത് എനിക്ക് ജയിക്കാൻ പറ്റില്ല എന്നാണോ? ഇനിയിപ്പോ ഞാൻ നിറം പൂശുക മാത്രമല്ല, നിന്നെ കിസ്സും ചെയ്യും, നോക്കിക്കോ. ഇങ്ങനെ പകല സ്വപ്നം കാണുന്നത് അത്ര നല്ല കാര്യമല്ല മിസ്റ്റർ പ്രണവ്. നിനക്ക് കിസ്സിന് പകരം സ്വീറ്റ്സ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. സ്വീറ്റ്സ് തമാശയാണല്ലേ? എന്നാ നീ കണ്ടോ, പകുതി ചലഞ്ച് ഞാൻ ഇപ്പൊ തന്നെ ചെയ്ത് കാണിക്കാം. സോറി, ഇതെന്തൊക്കെയാ നടക്കുന്നത് ഇവിടെ? അച്ഛമ്മേ, ഇതെന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഇതൊക്കെ എന്താ? ഹോളിയുടെ ദിവസമല്ലേ മോളെ? ഇപ്പൊ ഹോളിയല്ലേ ആഘോഷിക്കേണ്ടത്, ദീപാവലി അല്ലല്ലോ. അച്ഛമ്മേ, നിങ്ങളൊക്കെ എന്താ ഈ ചെയ്യുന്നേ? ഏട്ടനും ഏട്ടത്തെയും വീട്ടിലില്ല. ഇങ്ങനെ ഒരു ടെൻസ് സിറ്റുവേഷനിൽ നിങ്ങളൊക്കെ ഹോളി ആഘോഷിച്ചോണ്ടിരിക്കുകയാണോ? ഞാനിതൊരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അച്ഛമ്മേ. വാട്ട് ആർ യു ഡൂയിങ്? ഇതുകൊണ്ടാണ് പറയുന്നത് വീട്ടിലിരിക്കണമെന്ന്. പകുതി കാര്യമല്ലേ നിനക്കറിയുകയുള്ളൂ. നിന്നോട് ആര് പറഞ്ഞു ഞങ്ങൾ അഭിയും പ്രിയയും ഇല്ലാതെയാണ് ഹോളി ആഘോഷിക്കുന്നതെന്ന്? എന്നുവെച്ചാ മനസ്സിലായില്ലേ? അബിയുടെ ഫോൺ വന്നിരുന്നു. അബി വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം. അച്ഛമ്മ, ഇതൊരു സന്തോഷ വാർത്തയാണല്ലോ. അബി കിഡ്നാപ്പേഴ്സിന്റെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു. സൂപ്പർബ് അച്ഛമ്മേ, ഇറ്റ്സ് എ വണ്ടർഫുൾ ന്യൂസ്. അപ്പോ പ്രിയ? അബി പ്രിയയെ കൊണ്ടുവരാൻ പോയതല്ലേ, അപ്പൊ അവളെയും കൊണ്ടേ വരൂ. അബി വാക്ക് തന്നതാ ഞങ്ങളുടെ മരുമകളെയും കൊണ്ടേ വരൂ എന്ന്. ഇന്ന് അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എങ്ങനെയാണോ രാമൻ സീതയെയും കൂട്ടി അയോധ്യയിൽ വന്നത്, അപ്പോൾ ജനങ്ങൾ ദീപാവലി ആഘോഷിച്ചില്ലേ, അതുപോലെ അബി പ്രിയയെയും കൂട്ടി വരുമ്പോ നമ്മൾ ഹോളി ആഘോഷിക്കും. ഇനി നീയും പോയി പെട്ടെന്നൊരുങ്ങിയിട്ട് വാ. അബിയും പ്രിയയും വരുമ്പോൾ നമുക്കവരെ സന്തോഷത്തോടെ സ്വീകരിക്കണം. വേഗം പോ, എന്നിട്ട് വേഗം വരണം. What the hell? ആ പ്രിയ എങ്ങനെ രക്ഷപ്പെട്ടു? ആ കോർപ്പറേറ്റ് നിനക്ക് ഫോട്ടോ അയച്ചതല്ലേ അവൾ കത്തുന്നതിന്റെ? പിന്നെ ഇതെങ്ങനെ? ഒന്നും മനസ്സിലാവുന്നില്ല തനു, അവിടെ എന്താ ഉണ്ടായതെന്ന്. അവൻ പ്രിയ തീ പിടിച്ചു കത്തുന്ന ഫോട്ടോ അയച്ചു തന്നു, എന്നിട്ട് പറഞ്ഞു ഏട്ടൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രിയ അവിടെ കത്തിക്കൊണ്ടിരുന്നപ്പോ ഏട്ടൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രിയ ഏട്ടന്റെ കൂടെ എങ്ങനെ വീട്ടിലേക്ക് വരും? ഐ എം ഷുവർ ആ നീരജ് നിനക്ക് ഫേക്ക് ഫോട്ടോ ആണ് അയച്ചത്, നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി. ഞാൻ ഇവിടെ പ്രിയയുടെ മരണം നിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അവളുടെ തിരിച്ചു വരവ് എല്ലാവരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഓ ഗോഡ്, നമ്മൾ എന്ത് സമാധാനത്തിലായിരുന്നു പ്രിയ നമ്മുടെ ലൈഫിൽ നിന്ന് പോയെന്ന് വിചാരിച്ച്. പക്ഷെ ഇനി അതുണ്ടാവില്ല, അവൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇനി എന്ത് ചെയ്യും ആലിയ? അവിടുന്നാണ് സൗണ്ട് കേൾക്കുന്നത്. വാ പോയി നോക്കാം. അവിടെ ഒരു പാട്ട് കേൾക്കുന്നില്ലേ? വാ അങ്ങോട്ടേക്ക് പോ, വാ പെട്ടെന്ന് വാ. ഇവിടുന്ന് രക്ഷപ്പെടുന്ന അത്ര എളുപ്പമല്ല. നീ എൻ്റെ കൂടെ വാ.
ഇത് എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളെന്താ ഒളിച്ചു കളിക്കുകയാണോ? സന്തോഷിച്ചാട്ടെ, ഹോളിയല്ലേ? ഇവരൊക്കെ ഇവിടെ വരെ എത്തിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഞാനേ ഇങ്ങനെ രാവിലെ മുതൽ ആലോചിക്കായിരുന്നു, കണ്ണാടിയുടെ കൂടെ കാർട്ടൂൺ വരച്ച എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ തോന്നി കളറും കൂടെ അടിച്ചേക്കാന്ന്. നോക്കട്ടെ. ഹൾക്ക് താഴെ കിടക്ക്. ഇങ്ങോട്ടും. ഇവിടെ കിഡ്നാപ്പേഴ്സ് പുറകെ കൂടിയിരിക്കുമ്പോ ഹോളി ആഘോഷിക്കാം. കാണിച്ചുതരാം ഞാൻ. ഇതെന്താ ചെയ്യുന്നേ? നിറം തയ്ക്കണോ അതോ പാതി പൊളിക്കണോ? ഇതെന്താ ഇത്ര നീളമുള്ള നഖങ്ങളോ? നിന്റെ മുന്നിൽ വല്ല മൃഗങ്ങളും വന്ന് പെട്ടുകഴിഞ്ഞാലേ അത് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. നിങ്ങൾ ഓടിയോ? അപ്പൊ ഞാനെന്താ മൃഗമാണോ? ആ പറഞ്ഞു, കാട്ടും മൃഗം. ഓ അയ്യോ, അതെന്താ? മൃഗം ഉണ്ടല്ലോ, ഹോളി ആഘോഷിച്ച ഇങ്ങനെ ഇരിക്കും. ഒന്നും തോന്നില്ലേ, ഇന്ന് ഹോളിയാണ്. നീ എന്നെ വെള്ളത്തിൽ തള്ളിയിട്ടല്ലേ? ആദ്യം എന്റെ ദേഹത്ത് നിറം തേച്ചേ. എന്നിട്ട് എന്താ പറഞ്ഞ? ഹോളിയുടെ ദിവസം ആയതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാന്നല്ലേ? ആദ്യം നീ ഞാൻ എന്തിനാ നിറം തേച്ചെന്ന് ചോദിക്കേ. എന്തിനാ തേച്ചേ? പറ, എന്തിനാ തേച്ചെന്ന്? അത് പിന്നെ പറ. അങ്ങോട്ട് നോക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നേ? ഒന്നും തോന്നില്ല ചേട്ടാ, ഇന്ന് ഹോളിയല്ലേ. അണ്ണ എന്താ പറ്റിയേ? രാജാ നിന്നേ. എന്താണ് അത് അബിയുടെ ഒച്ച പോലെ തോന്നുന്നു. അതിനർത്ഥം അവ ഇവിടെ ഉണ്ട്. അണ്ണൻ എന്താ ഈ പറയുന്നത്? വാ, ഇങ്ങോട്ട് വാ. അവിടെ നോക്ക്. ചെല്ലേ പെട്ടെന്ന്. ഫോൺ എടുക്കാൻ. ഇവിടെ കൊണ്ട് ഞാൻ ഇവിടെ ആണെങ്കിൽ നെറ്റ്വർക്കും ഇല്ല. അതിൻ്റെ കൂടെ ഫോണും എടുക്കില്ല. നാശം. ഫോൺ എടുക്ക്. അവള് ഫോൺ കൊടുക്കുന്നല്ലോ, മന്ദബുദ്ധി. അബി വീടെത്തിയോ ഇല്ലയോ എന്ന് ഇനിയിപ്പോ എങ്ങനെ അറിയും? ആകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ അവിടെ ചെന്ന് നോക്കാം. അത് തന്നെയാ ശരിയായ വഴി. വാ. ഹാപ്പി ഹോളി. നന്നായി നീ ഇപ്പോ വന്നത്. ഇത് കണ്ടോ, നല്ല തണുപ്പുള്ളതാ. ഇതിൽ ഭാഗം കലക്കിയിട്ടുണ്ട്. അടിപൊളിയാണല്ലോ അച്ഛമ്മ. അതെന്തായാലും കലക്കി. പറയണി എന്താ ചെയ്യണ്ടേ? ഹാപ്പി ഹോളി മോളെ. ഇവൾക്കല്ല, അത് കണ്ടോ, എന്റെ ഇര അവിടെ ഉണ്ട്. നീ എന്റെ കൂടെ വാ. എന്താ ചീറ്റിംഗ്? എന്താ ബുൾബുൾ, നീ എന്തിനാ നാണിച്ചു നിൽക്കുന്നത്? ഞാൻ ഒരു ചീറ്റിംഗും ചെയ്തില്ല. ആരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്? നോക്ക്, ഇങ്ങോട്ട് ആരും വരുന്നില്ല. ഞാൻ എന്റെ കൈ കൊണ്ട് ഈ നിറങ്ങളൊന്ന് പൂശിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ല ആരോ വരുന്നുണ്ട്. നീ വെറുതെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ നിന്റെ കാര്യത്തിലെ ഭ്രാന്തനാം, പക്ഷെ മണ്ടനല്ല. അല്ല, ഞാൻ പറഞ്ഞ സത്യം. ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രണാമം. അച്ഛമ്മ, അത് പിന്നെ ഞാൻ അതും ഇതും ഒന്നും പറഞ്ഞു നിൽക്കാതെ അതിഥികൾ വന്നു തുടങ്ങി മോനെ.
പോയി അവരുടെ കാര്യങ്ങൾ നോക്ക്. ശരി അച്ഛമ്മേ, ഹാപ്പി ഹോളി. ആ പ്രിയയ്ക്ക് വേണ്ടി ആഘോഷിക്കുന്ന ഈ ഹോളി ഉണ്ടല്ലോ, ഞാൻ ഈ ഹോളി അവളുടെ അനിയത്തിയുടെ നാശത്തിന് വേണ്ടി ആഘോഷിക്കും. ഈ ഹോളി എന്റെ പ്രണവിനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഇതെന്താ മമ്മി ഇങ്ങനെ? ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. നിങ്ങളിത് കുടിക്കുന്നില്ലേ? ഇത് ശരിക്കും മിൽക്ക് ഷേക്ക് പോലെയാ. ഇതിൽ നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ബുദ്ധിക്കും വളരെ നല്ലതാണ്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നാണോ? അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഇപ്പോ ഉള്ള ബുദ്ധിയില്ലേ, അത് ഇനിയും ഇരട്ടിയാകും. ആ മമ്മി, ഇവള് സത്യം പറയുന്നേ. ഇതിൽ നിറച്ചും ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. അങ്ങനെയാണോ? ആഹാ. വാവ്, ഒരെണ്ണം കൂടെ തന്നെ. എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? സുഖാണ്. അല്ല, ഇവിടെ എന്താ ഹോളിഡേ സെലിബ്രേഷൻ നടക്കുകയാണ്? അതെ സാർ, അഭിസാറും പ്രിയ മേഡവും കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുമല്ലോ, അതിന്റെ സന്തോഷമാണ്. ആണോ? എത്ര നാളെ പോലീസ് അവരെ അന്വേഷിക്കുക, പക്ഷേ നമ്മുടെ അഭിസാറ് ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ മേഡത്തിനെ കണ്ടെത്തി. അതാണ് നല്ല കാര്യമല്ലേ? ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി, ഹാപ്പി ഹോളി. ഏയ്, നിങ്ങൾ ശ്രദ്ധയോടെ നിൽക്കണം. അഭിയും പ്രിയയും ഇവിടെ എത്തരുത്, കേട്ടല്ലോ? മനസ്സിലായോ? ഇത് ശരിയാവില്ല. അഭിയും പ്രിയയും ഇവിടെ എത്തിയാൽ അതെനിക്ക് വലിയ പ്രോബ്ലം തന്നെയാ. എന്തെങ്കിലും ചെയ്തവരെ തടഞ്ഞേ പറ്റൂ. ബുൾബുൾ ഇവിടം വരെ വന്നെങ്കിൽ എന്റെ ബുൾബുളിന്റെ കൂടെ ഹോളി ആഘോഷിച്ചിട്ടേ പോകുന്നുള്ളൂ. എത്ര സുന്ദരിയായിരിക്കുന്നു എന്റെ ബുൾബുൾ. എന്റെ പ്രേമത്തിന്റെ നിറം കൂടിയായ അവൾ കൂടുതൽ സുന്ദരിയാവും. എന്തു പറ്റി? ഹോളി ആഘോഷിച്ച് ക്ഷീണിച്ചു പോയോ?